ഇസ്ലാം സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മതം. ഇസ്ലാമിനെ കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യവിരുന്ന്. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾക്ക് മറുപടി, വിമർശനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന, ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. അന്ധവിശ്വാസാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادل. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സാൽവേഷൻ എന്ന പേരിൽ കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക പ്രദർശന പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ അവസരമല്ല ഇത് എന്നറിഞ്ഞുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ പ്രദർശന നഗരി അല്പമെങ്കിലും സന്ദർശിച്ചിട്ടുള്ള, അല്പനേരമെങ്കിലും കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിശദീകരണം ആവശ്യമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്. മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ നിയുക്തരായ അല്ലാഹുവിൻ്റെ മഹനീയരായ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് മാനവ സമൂഹത്തെ യഥാർത്ഥ മോക്ഷത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാനുള്ള ഏറ്റവും വലിയ ത്യാഗങ്ങളുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോക്ഷത്തിന് വേണ്ടി ഇന്ന് ലോകത്ത് പലരും പല വഴികളാണ് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഭാഷയിൽ യഥാർത്ഥത്തിലുള്ള മോക്ഷം മരണാനന്തരം സ്വർഗം ലഭിക്കുക എന്നതും നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നതുമാണ്. ആ മാർഗത്തിലേക്കുള്ള ഏറ്റവും സുഗമമായ മാർഗമേത്, വ്യക്തവും സ്പഷ്ടവുമായ വഴിയേത് എന്ന് ഏതൊരു സത്യാന്വേഷിയുടെ മുമ്പിലും കലർപ്പുകളില്ലാതെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച് തെളിയിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ ഈ പ്രദർശനം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ സന്ദേശം ഏത് രൂപത്തിൽ ജനങ്ങളിൽ എത്തണമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ
അതേ നിലക്ക് തന്നെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ അള്ളാഹു ഇതിനെ പൂർവോപരി ശക്തിപ്പെടുത്തുന്ന നിലക്ക് ഇനിയും അവൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിയർത്തൊലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. അള്ളാഹുവേ, അർഹമായ പ്രതിഫലം നീ എല്ലാവർക്കും നൽകണമേ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അതല്ലെങ്കിൽ ഈ പ്രത്യേകമായ പ്രദർശന നഗരി ഒരുക്കിയതിൻ്റെ ഉദ്ദേശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിയിച്ചു കൊടുക്കുക, അതിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കുക എന്നതാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെന്ന് അംഗീകരിക്കാത്തവരായി ലോകത്തൊരാളുമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചുരുക്കം ചില ആളുകൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഇന്ന് ദൈവവിശ്വാസികളാണ്, മതത്തെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ മഹാഭൂരിഭാഗം ആളുകളും അല്ലാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതേത് പേരിട്ടുകൊണ്ടാണെങ്കിലും അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന, അവനിൽ ഒരിക്കലും പങ്കുചേർക്കാതെ അംഗീകരിക്കുന്ന സ്വഭാവമല്ല മഹാഭൂരിപക്ഷം ആളുകളിലും കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗത്ത് കാണാം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ അധിക ജനങ്ങളും വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂന, അവരല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായ നിലക്കല്ലാതെ. അല്ലാഹുവിൽ പങ്കുചേർത്തുകൊണ്ടാണ് മഹാഭൂരിപക്ഷവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. മോക്ഷത്തിന്റെ മാർഗമായി പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിലുള്ള പല വിശ്വാസങ്ങളിലൂടെയും പ്രവർത്തിച്ച് പല കർമ്മങ്ങളും ചെയ്ത് പാരത്രിക മോക്ഷം നേടാം, അല്ലെങ്കിൽ ഇവിടെ മോക്ഷം നേടാം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനവധി അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുഴുവൻ മനുഷ്യരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നുള്ളതാണ് എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾ ഏത് നിഅമത്ത് അനുഭവിക്കുന്നുണ്ടോ, ഏത് അനുഗ്രഹങ്ങൾ മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, അതിലിവിടെ അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിൽ ഇവിടെ ജാതിയില്ല, മതമില്ല. ഏതൊരു മനുഷ്യനും ഇവിടെ മനുഷ്യനായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജന്തുജാലങ്ങൾ അടക്കം അല്ലാഹുവിന്റെ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സൂര്യന്റെ വെളിച്ചം അനുഭവിക്കുന്നതിൽ, അതേപോലെ തന്നെ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നതിൽ അനുഭവിക്കുന്നതിൽ, ഇവിടുത്തെ ഏറ്റവും തണുത്ത കാറ്റേൽക്കുന്നതിൽ, ഇവിടെയുള്ള സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിൽ, ഭക്ഷണപാനീയങ്ങൾ അനുഭവിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ഏകനായ നാഥൻ, ആ നാഥനിലേക്കാണ് നിങ്ങൾ ആരാധനകൾ മുഴുവൻ സമർപ്പിക്കേണ്ടത്. അതിലൂടെ മാത്രമേ മനുഷ്യന് ശാശ്വതമായ മോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത്. വാനലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് അവതരിച്ചിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹുവിങ്കൽ നിന്നാണ്. അതുകൊണ്ട് വാനലോകത്തേക്ക് ഉയരേണ്ടുന്ന സകല ഇബാദത്തുകളും ആരാധനയുടെ എല്ലാ അംശങ്ങളും ആ ഒരേ ഒരു നാഥനിലേക്ക് മാത്രമായിരിക്കണം എന്ന എല്ലാവർക്കും അംഗീകരിക്കാവുന്ന, ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു സത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ നന്ദി അല്ലാഹുവിനോട് ചെയ്യേണ്ടതിന് പകരം പടച്ചതമ്പുരാന്റെ തന്നെ സൃഷ്ടികളിൽ അവന്റേതായ പ്രത്യേകമായ ഗുണങ്ങൾ ആരോപിക്കുകയാണ്. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഗുണങ്ങളും സവിശേഷണങ്ങളും അല്ലാഹുവിന്റെ പടപ്പുകളിൽ സങ്കല്പിച്ചുകൊണ്ട് ആ പടപ്പുകളെ ആരാധിച്ചുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് ശാശ്വതമായ കോപം ഏറ്റുവാങ്ങുന്നു എന്ന് മാത്രമല്ല, പരലോകത്ത് മോക്ഷത്തിന് അർഹരാവാതെ നരകാഗ്നിയിൽ പോയി പതിക്കുന്ന ദുരന്തത്തിലാണെന്ന് മഹാഭൂരിപക്ഷവും എത്തിയിട്ടുള്ളത്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം, അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് ഈ ദീന് കൃത്യമായി മനസ്സിലാക്കിയ ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ആ ബാധ്യതയുടെ നിർവഹണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെയും
അതേപോലെ തന്നെ മറിയം റളിയല്ലാഹു തആല അൻഹയെയും ദൈവത്തിന്റെ അംശങ്ങളായും ദൈവീകമായ ഗുണങ്ങൾ അവരിൽ ആരോപിച്ചുകൊണ്ടും മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ അവരെ ആരാധിക്കുകയും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരുടെ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ ആകാശത്തിലോ ഭൂമിയിലോ ആഴിക്കടിയിലോ ഉള്ള ഒരു വസ്തുക്കളുടെയും പ്രതിമകളെ നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പഠിപ്പിച്ച ആ നിലക്ക് പോലും ഉദ്ധരണികളുള്ള ബൈബിളിന്റെ അനുയായികൾ എന്ന് പറയുന്ന സഹോദരങ്ങൾ അതേ ഈസ നബി അലൈഹിസ്സലാമിനെയും മറിയം റളിയല്ലാഹു തആല അൻഹയുടെയും തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന, അവരെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന, അവരുടെ മുമ്പിൽ വണങ്ങുന്ന, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തുന്ന, അതിലൂടെയാണ് മോക്ഷം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന മറ്റൊരു സുഹൃത്തുക്കളായ ഹൈന്ദവ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പേരിടുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനുണ്ടല്ലോ, ആ നാഥനായ അല്ലാഹുവിങ്കൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ എല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ സൃഷ്ടിച്ചതല്ല എന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെ 33 കോടി ദൈവങ്ങളെയും അതേപോലെ തന്നെ പല ആളുകളിലും ദൈവീകമായ അംശത്തെ സങ്കല്പിച്ചുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവയെ പൂജിച്ചുകൊണ്ട് അവയെ ആരാധിച്ചുകൊണ്ട് അതിലൂടെയാണ് മോക്ഷം എന്ന് വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ അതും യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിന്റെ മാർഗമല്ല. അതേ അവസരത്തിൽ തന്നെ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിൻപറ്റുന്നവരാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകൾ, ആ പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതായ പ്രത്യേകമായ ഗുണങ്ങളെയും അവന്റേതായ പ്രത്യേകമായ വിശേഷണങ്ങളെയും ആരോപിച്ചുകൊണ്ട് അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശിർക്കിന്റെ പാതയിലേക്ക് നീങ്ങി അതിലൂടെയാണ് മോക്ഷം. അങ്ങനെ ചെയ്യുന്നവർക്കേ പരലോകത്ത് രക്ഷയുള്ളൂ. നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല. അവർ യഥാർത്ഥത്തിലുള്ള പാതയിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കപടന്മാരുടെ സ്വഭാവമാണ്. നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവമല്ല എന്ന് പറയുകയും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പച്ചയായി തന്നെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലുള്ള വീക്ഷണങ്ങൾക്കൊന്നും യഥാർത്ഥത്തിലുള്ള മോക്ഷം പ്രദാനം ചെയ്യാൻ സാധ്യമല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ISM ഈ പരിപാടി സംഘടിപ്പിച്ചത്. തുടക്കത്തിൽ തന്നെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ഏറ്റവും വലിയ മോക്ഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് നരകത്തിൽ നിന്നുള്ള മോക്ഷമാണ് ജനങ്ങളെ, സ്വർഗപ്രവേശനത്തിലേക്കുള്ള സുഗമമായ മാർഗം ഇതാണ് ജനങ്ങളെ എന്ന് മണിക്കൂറുകളോളം ഒരൽപ്പമെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിക്ക് ബോധ്യമാകുന്ന നിലക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ലളിതമായി തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിനെ യഥാർത്ഥമായ നിലക്ക് പരിചയപ്പെടുത്താൻ ബാധ്യസ്ഥരായ ആളുകൾ മോക്ഷത്തിന് വേണ്ടി ലൈലത്തുൽ ഖദറിന്റെ രാവിലിതാ പരിശുദ്ധ മക്കയും അതേപോലെ തന്നെ പരിശുദ്ധ ഹറമുകളായ മക്കയും മദീനയും കഴിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന വേദി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിങ്ങൾക്ക് സർവ്വജനങ്ങളെ നിങ്ങൾക്കും മോക്ഷത്തിന്റെ പാത ഇതാ ഞങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് നഗറുകൾ സൃഷ്ടിച്ചെടുത്ത് അവിടേക്ക് ജനങ്ങളെ ആനയിക്കുന്ന ആളുകൾ അവർ മോക്ഷത്തിന്റെ വഴിയിലേക്കാണോ സുഹൃത്തുക്കളെ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? മോക്ഷത്തിന്റെ മാർഗത്തിലേക്കാണോ അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിനെ യഥാർത്ഥമായ നിലക്ക് പരിചയപ്പെടുത്തുന്നവരാണോ മഹാഭൂരിപക്ഷം വരുന്ന ഈ കക്ഷികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പ്രവാചകന്മാര് പരിചയപ്പെടുത്തിയതുപോലെ ഇവിടെ പരിചയപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. മഹാഭൂരിപക്ഷവും അവർ ജനങ്ങളുടെ മുമ്പാകെ മോക്ഷത്തിന്റെ വഴിയായി പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഇബാദത്തുകളെ പോലും അവർ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ശിർക്കിലേക്കുള്ള വഴികളായിട്ടാണ്. ഖേദകരമല്ലേ സുഹൃത്തുക്കളെ? നാം ഇപ്പോൾ ജീവിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ, ലക്ഷക്കണക്കിന് പ്രതിനിധികളതാ ഇന്ന് പരിശുദ്ധ മക്കയുടെയും അതേപോലെ തന്നെ ഹറം ഷരീഫിന്റെയും വിവിധ സ്ഥലങ്ങളിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടവർ കാത്തിരിക്കുകയാണ്. വിശുദ്ധ ഹജ്ജ് കർമ്മവും ഉംറയും നിർവഹിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ലോകത്ത് ഇവിടെ പരിശുദ്ധ മക്കയും മദീനയും ഒന്നും സന്ദർശിച്ചിട്ടില്ലാത്ത, അത് കണ്ടിട്ടില്ലാത്ത അമുസ്ലിമീങ്ങൾക്ക് വരെ പലപ്പോഴും അറിയാം
എന്താണ് ഹജ്ജും ഉംറയും എന്നൊക്കെ ഏകദേശം അവരറിയാറുണ്ട്. അവിടെ പോയിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് ഏതായാലും കാര്യം വളരെ വ്യക്തമായി അറിയാം. എന്താണ് അവിടെ നടക്കുന്നത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. പോയിട്ടുള്ള ആളുകൾക്ക്, പഠിച്ചിട്ടുള്ള ആളുകൾക്കും അറിയാം. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, വളരെ ഖേദകരമല്ലേ ഇന്ന് ഹജ്ജിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന ഇവരുടെ ലേഖനങ്ങളിൽ, ഹജ്ജിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന പ്രസംഗങ്ങളിൽ, ഹജ്ജിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ക്ലാസുകളിൽ, അത് അമുസ്ലിം സുഹൃത്തുക്കൾ വരെ വായിക്കുന്ന അത്തരത്തിലുള്ള പത്രങ്ങളിലും മാസികകളിലും വാരികകളിലും ആ മുസ്ലിം സുഹൃത്ത് എന്താ ഇന്ന് വിചാരിച്ചു പോകുന്നത്? പരിശുദ്ധ മക്കയിലും മദീനയിലും ഒക്കെ നടക്കുന്ന ആ ചടങ്ങുകൾ അതൊരു ആണ്ടാണ്, ആണ്ട് നേർച്ചയാണ്, അതൊരു ഉറൂസാണ് എന്ന നിലക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഹജ്ജിനെ സംബന്ധിച്ച് നെടുനീളം ലേഖനങ്ങൾ എഴുതുകയാണ് ചില പണ്ഡിതന്മാർ. അവർ പ്രസംഗിക്കുകയാണ്. അവരുടെ സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ ജനങ്ങൾ അറിയുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഉറൂസാണ് എന്നാണ്, അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയാണ് എന്നാണ്. പച്ച മലയാളത്തിൽ ലേഖനത്തിന്റെ ഹെഡിങ് പോലും അങ്ങനെ തന്നെയാണ്. ഹജ്ജ് അന്താരാഷ്ട്ര ഉറൂസ്, അല്ലെങ്കിൽ ഹജ്ജ് അന്താരാഷ്ട്ര ആണ്ടു നേർച്ച. എന്താണ് സുഹൃത്തുക്കളെ ഇത് വായിക്കുന്ന ഇസ്ലാമിന് പുറത്തുള്ള ഒരു സഹോദരൻ, ഒരു സഹോദരി, എന്താണ് അയാളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം? അവിടെ പോയിട്ടുള്ള മുസ്ലിമീങ്ങളെ ഏതായാലും പറ്റിക്കാൻ സാധ്യമല്ല. കാരണം അവർക്കറിയാം എന്താണ് ഹജ്ജ്, എന്താണ് ഉംറയെന്ന്. പക്ഷേ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ബാധ്യസ്ഥരായ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ സ്തംഭമായി അറിയപ്പെടുന്ന വിശുദ്ധ ഹജ്ജ് കർമ്മം, അതെന്താണ്, അതിന്റെ സംസ്കാരം എന്താണ്, അതിന്റെ സന്ദേശം എന്താണെന്ന് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായ പണ്ഡിതന്മാർ അവർ പറഞ്ഞു കൊടുക്കുന്നു. അതൊരു ആണ്ട് നേർച്ചയാണ്, അതൊരു ഉറൂസാണ് എന്ന്. ഇത് വായിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ, സഹോദരി എന്താണ് വിചാരിക്കുക? അവരുടെ മനസ്സിലുണ്ട്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം സുഹൃത്താണെങ്കിൽ അയാളുടെ മനസ്സിൽ ചില ആണ്ട് നേർച്ചകളുടെ ചിത്രങ്ങളുണ്ട്, അയാളുടെ മനസ്സിൽ ചില ഉറൂസുകളുടെ ചിത്രങ്ങളുണ്ട്. തെക്കൻ കേരളത്തിലാണെങ്കിൽ ഉറൂസെന്നും വടക്കൻ കേരളത്തിലൊക്കെ ആണെങ്കിൽ ആണ്ട് നേർച്ച എന്നുമൊക്കെ അറിയപ്പെടുന്ന അത്തരത്തിലുള്ള ചടങ്ങുകൾ കേട്ടവരാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾ. അവർ മനസ്സിലാക്കുന്നു ആണ്ട് നേർച്ച എന്ന് പറയുമ്പോൾ ആ കൊട്ടും കുരവയും ചണ്ടയും ബാൻഡും കരിമരുന്ന് പ്രയോഗങ്ങളും ആനയും അമ്പാരിയും എഴുന്നള്ളത്തും കുതിരപ്പുറത്തുള്ള സവാരിയും അപ്പക്കൊട്ട തലയിലേത്തി ചന്ദനക്കുടവും എന്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തവാഫും വലംവെക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, ഈ ജാറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുത്തമ്പള്ളിയിലെ ആണ്ട് നേർച്ച പോലെ, മമ്പുറത്തെ ആണ്ട് നേർച്ച പോലെ, ഭീമാപ്പള്ളിയിലെ ഉറൂസ് പോലെ, അതേപോലെയുള്ള ആ നിലക്കുള്ള ഉറൂസുകളും ആണ്ട് നേർച്ചക്കൊക്കെയുമാണ് ഇവിടെയുള്ള എന്റെ അയൽവാസിയായ ഫാത്തിമ, അതല്ലെങ്കിൽ എന്റെ അയൽവാസിയായ മുഹമ്മദ് ഈ പാസ്പോർട്ട് എടുത്ത് പ്രയാസപ്പെട്ടുകൊണ്ട്, ടിക്കറ്റ് എടുത്തതിന് പണം പോലും സംഭരിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട മാസങ്ങളോളം ആണ്ട് നേർച്ചക്ക് പോവുകയാണ്, ഉറൂസിന് പോവുകയാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം തെറ്റിദ്ധരിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? അതിന്റെ ഉത്തരവാദികൾ ചിന്തിക്കേണ്ടതില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന, അവന്റെ റസൂലിലൂടെ നമുക്ക് അറിയിച്ചിരുന്ന ഹജ്ജ് അത് ആണ്ടു നേർച്ചയാണോ സുഹൃത്തുക്കളെ? അത് ഉറൂസാണോ? ആണ്ട് നേർച്ചയുടെ പ്രധാനപ്പെട്ട കാതൽ തന്നെ, ഉറൂസിന്റെ പ്രധാനപ്പെട്ട കാതൽ തന്നെ ഒരു വ്യക്തി മരിച്ചു മണ്ണടിഞ്ഞ് കിടക്കുന്ന ആ മക്ബറയോടനുബന്ധിച്ച് അവിടെ ഒരു പ്രത്യേകമായ വർഷത്തിൽ പ്രത്യേക ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അവിടെ സിയാറത്ത് നടത്തുകയും അതേപോലെ തന്നെ അവിടെ തവാഫ് ചെയ്യുകയും അതേപോലെ തന്നെ അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും അവരോട് സങ്കടം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ രീതിയാണ് കണ്ടുവരുന്നത്. ഇതാണോ ഹജ്ജിൽ നടക്കുന്നത്? ഹജ്ജിൽ അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ? അള്ളാഹുവിനോടല്ലാതെയുള്ള ഒരു ദുആയുണ്ടോ ഹജ്ജിൽ? ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി അങ്ങ് ഹജ്ജിൽ പ്രവേശിക്കുന്ന ഒരു ഹാജി തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിനക്കൊരു പങ്കാളിയുമില്ല, ഏതനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ അത് നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നത് നിന്നോടാണ്. നിനക്കല്ലേ സർവാധികാരവും, നിന്നിൽ നിന്നല്ലേ എല്ലാ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല, ഇതാ നീ മാത്രമാണ് ആരാധ്യൻ എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന, അതേപോലെ തന്നെ അറഫാത്തിന്റെ മൈതാനിയിൽ, അതുപോലെ തന്നെ മുസ്ദലിഫയിൽ വെച്ച്, മിനായിൽ വെച്ച്, കല്ലേറ്
ഇഫ്താറിന്റെ അവസരത്തിൽ അങ്ങനെ വൈവിധ്യമാർന്ന സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ആരാധനയെ പ്രകടമാക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം നടത്തുന്ന ആരാധനയുടെ സർവാംശങ്ങളും ഏകനായ അല്ലാഹുവിന് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ കർമ്മത്തെ നമ്മുടെ കേരളത്തിൽ ഞങ്ങളാണ് ഇസ്ലാമിന്റെ മൊത്ത കുത്തകക്കാരെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ അത് അന്താരാഷ്ട്ര ഉറൂസായും ആണ്ടുനേർച്ചയായും പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അത് ഇസ്ലാമാണോ? അതുകൊണ്ടാണ് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വരുന്നത്. ഹജ്ജിനെ സംബന്ധിച്ച് പവലിയനുണ്ടല്ലോ, ഹജ്ജിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന സ്റ്റാളിൽ നിങ്ങൾ കണ്ടില്ലേ? കൃത്യമായി എന്താണ് ഹജ്ജെന്ന് ആർക്കും മനസ്സിലാകുന്നു. അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥനയുണ്ടോ? അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു സങ്കടം പറയലുണ്ടോ അവിടെ? മറിച്ച് സർവശക്തനായ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട ആ പുണ്യഭൂമിയിലേക്ക് പോകുന്ന ആളുകളോട് പറയുന്നുവെന്ത്? അവിടെയൊക്കെ ജാറങ്ങളാണ് എന്ന്. തവാഫ് ചെയ്യുന്ന മുസ്ലിമിന്റെ തവാഫ് കൊളമാക്കുന്ന വാചകം കേട്ടോ നിങ്ങൾ? തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയുണ്ടാക്കാൻ വേണ്ടി എഴുതിവിട്ടത് കണ്ടോ നിങ്ങൾ? വളരെ ഗുരുതരമല്ലേ സുഹൃത്തുക്കളെ? ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അനാരോഗ്യം പോലും വകവെക്കാതെ വിശുദ്ധ ഭൂമികളിലെത്തിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന ഒരു ഉമ്മയുടെ മനസ്സിൽ, ഒരു ഉപ്പയുടെ മനസ്സിൽ അതാ ഇവരുണ്ടാക്കി തീർക്കുന്ന വികാരം എന്താണെന്നോ? പരിശുദ്ധ കഅബയുടെ പരിസരത്തിൽ അതാ ധാരാളക്കണക്കിന് അമ്പിയാക്കന്മാരുടെ ഖബറുകളുണ്ട് പോലും. ഹിജ്ർ എന്ന് പറയുന്ന ആ കഅബയുടെ ഭാഗത്തതാ ഒരു വളച്ചു കെട്ടിയ ഒരാർച്ച് രൂപത്തിൽ കുറച്ച് സ്ഥലം കാണുന്നില്ലേ? അവിടെ അതാ ആ സ്വർണപ്പാത്തിയുടെ താഴെയായിക്കൊണ്ട് അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെയും മഖ്ബറ അവിടെയാണ്. അവിടെയാണ് അവരുടെ ജാറമുള്ളത്, അവിടെയാണ് അവരെ ഖബറടക്കിയിട്ടുള്ളത് എന്ന് പച്ചയായി പ്രസംഗിക്കാൻ ഒരു മടിയും ഇന്നില്ല. അവിടെ എത്തുന്നൊരു മുസ്ലിം എന്താണ് വിചാരിക്കുക? ഇവരുടെ ക്ലാസ് കേട്ട് ഈ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തകം വായിച്ചുകൊണ്ട് ഈ വാരിക വായിച്ചുകൊണ്ട് പോയ ഒരു ഹാജി അവിടെ എത്തുമ്പോൾ ചിന്തിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും കരങ്ങളാൽ പടുത്തുയർത്തിയ ഒന്നാമത്തെ ഭവനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ പോലും അതാ ഞങ്ങൾ ഇവിടെയുള്ള ജാറങ്ങളുണ്ട്. ഇവിടെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജാറമുണ്ട്, ഹാജറ ബീവിയുടെ ജാറമുണ്ട്, അമ്പിയാക്കന്മാരുടെ ഒട്ടേറെ ജാറങ്ങൾ ഇവിടെയുണ്ട്. അവരോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്ഥിതിയല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്? അവര് പച്ചയായി എഴുതിയില്ലേ? ഹജ്ജ് ഒരു അന്താരാഷ്ട്ര ഉറൂസും ആണ്ട് നേർച്ചയുമാണെന്ന് പഠിപ്പിക്കുന്ന ലേഖനത്തിൽ പച്ചയായി എഴുതുന്നു. ഹജ്ജിനെത്തിക്കഴിയുന്ന മുസ്ലിമീങ്ങൾ ഓരോ പ്രദേശത്തെത്തുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർമ്മിക്കുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഓർമ്മിക്കുന്നു, ഹാജറ ബീവിയെ ഓർമ്മിക്കുന്നു, അമ്പിയാക്കന്മാരെ ഓർമ്മിക്കുന്നു. മിനായിലെത്തുമ്പോൾ ഓർമ്മിക്കുന്നുണ്ട്, അറഫാത്തിലെത്തുമ്പോൾ ഓർമ്മിക്കുന്നുണ്ട്, മുസ്ദലിഫയിലെത്തുമ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു. അവരെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. തീർന്നിട്ടില്ല, അവരോട് നേരിട്ട് സഹായം ചോദിക്കുകയും ചെയ്യണം. ഇബ്രാഹിം നബിയെ നേരിട്ട് വിളിക്കണം, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ നേരിട്ട് വിളിക്കണം, ഹാജറ ബീവിയെ നേരിട്ട് വിളിക്കണം. അങ്ങനെ അമ്പിയാക്കന്മാരെയെല്ലാം വിളിച്ച് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ച് ഇസ്തിഗാസ ചെയ്യാൻ പോലും പ്രേരിപ്പിച്ചുകൊണ്ട് ഹജ്ജിൻ്റെതായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആ കക്ഷികൾക്ക് ഈ ഉമ്മത്തിന്റെ ശരിയായ നിലക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പലപ്പോഴും അവസരം ലഭിക്കുന്ന അത് ചെയ്തങ്ങ് പോന്നാൽ അന്ന് പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമയായി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഒരവസ്ഥയിലേക്കാണോ എത്തുക? അതോ കാലാകാലം സ്വർഗം നിഷിദ്ധമാകുന്ന നിലക്ക് ശിർക്കിന്റെ വക്താക്കളാക്കിക്കൊണ്ടാണോ മടക്കിക്കൊണ്ടുപോരുന്നത്? ചിന്തിക്കേണ്ടതല്ലേ സുഹൃത്തുക്കളെ? എത്ര ഗുരുതരമാണ് ഇതല്ലേ ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ കേൾക്കുന്നത്? ഇതല്ലേ ഒരു ഹൈന്ദവ സഹോദരൻ മനസ്സിലാക്കുന്നത്? ഇതല്ലേ ഒരു ക്രൈസ്തവ സഹോദരൻ മനസ്സിലാക്കുന്നത്? മുസ്ലിമീങ്ങളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ഭീമാപ്പള്ളിയിലെ ഉറൂസ് പോലെ, പുത്തമ്പള്ളിയിലെ ആണ്ട് നേർച്ച പോലെ ഉള്ള ഒരു ചടങ്ങെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്നാൽ അതൊന്നുമല്ല, ഇക്കാണുന്നതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള അവന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കലർപ്പില്ലാത്ത ശുദ്ധമായ ഏകദൈവ ആരാധനയാണ്. അതിന്റെ എല്ലാ വശങ്ങളിലേക്കുമുള്ള സൂചനാ ഫലകങ്ങളാണ്, അതിലേക്കുള്ള ബോർഡുകളാണ് ഈ സാൽവേഷൻ നഗരിയിലെ ഓരോ സ്ഥലത്തും ഒരുക്കി വെച്ചിട്ടുള്ളത്.
ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കാറില്ലേ മുസ്ലിമീങ്ങളിലും വിഗ്രഹാരാധനയുണ്ടെന്ന്. അതാ പരിശുദ്ധ മക്കയിൽ പരിശുദ്ധ കഅബയുടെ ഒരു മൂലയിൽ ഒരു കറുത്ത ശിലയുണ്ട്, ഹജറുൽ അസ്വദ്. മുസ്ലിമീങ്ങൾ അതിനെ തൊട്ട് വന്നിച്ച് ആരാധിക്കുന്നുണ്ട്, അവയിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മുസ്ലിമീങ്ങൾ മുഴുവൻ എന്താ പറയാറുള്ളത്? ഇല്ല, ഇസ്ലാമിൽ ഒരു വിഗ്രഹവും ഇല്ല, ഇസ്ലാമിൽ ഒരു ശിലയെയും ആരാധിക്കലില്ല. ഇസ്ലാമിൽ പരിശുദ്ധ ഹജ്ജിന് പോകുന്ന ഹാജിമാര് തവാഫിന്റെ സന്ദർഭത്തിൽ പരിശുദ്ധമായ ആ കഅബയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഹജറുൽ അസ്വദിനെ തൊടാറുണ്ട്, വന്ദിക്കാറുണ്ട്. പക്ഷേ അതിനോട് പ്രാർത്ഥിക്കാറില്ല, അതിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാറില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ശിലയുടെ ഭാഗത്തെത്തിയപ്പോൾ, ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെത്തിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞില്ലേ, അല്ലാഹുവിനെ തന്നെ സത്യം, എനിക്കറിയാം അന്നക ഹജറുൻ, നീ വെറും ഒരു കല്ലാണ്, ലാ തദുറു വലാ തൻഫഉ, നീ ഉപദ്രവം ചെയ്യില്ല, നീ ഉപകാരവും ചെയ്യുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നതായി കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അതിലപ്പുറം നിന്നിൽ നിന്ന് നിനക്ക് അല്ലാഹു കുറെ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അല്ല നിനക്ക് നൽകിയ കഴിവിൽ നിന്ന് നീ എന്നെ സഹായിക്കുമെന്നോ നീ എന്നെ ഉപദ്രവിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ നിന്നെ മുത്തിയത് എന്തിനാണെന്നോ, എന്റെ നേതാവ് നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ മുത്തുമായിരുന്നില്ല. ആരാധനയുണ്ടോ സുഹൃത്തുക്കളെ ആ കല്ലിനോട്? പ്രാർത്ഥനയുണ്ടോ ആ കല്ലിനോട്? പക്ഷേ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ നമ്മുടെ ചില ആളുകളുടെ വരികളും അതിന് കാരണമായിട്ടില്ലേ എന്ന് ചിന്തിക്കണം. ഹജറുൽ അസ്വദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില കഴിവുകൾ മുഖേന അല്ലാഹു കൊടുത്ത നിലക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഹജറുൽ അസ്വദിൽ നിന്നും നമുക്ക് മഹത്വം പുണ്യം പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന നിലക്ക് ചില തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? അത് ശരിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന നിലക്ക് ഒരു കല്ലും ഇവിടെ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് തന്നിട്ടില്ല, ഒരു ശിലയെയും ആരാധിക്കുന്നില്ല. അത് ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ്. അതേപോലെ തന്നെ സഫാ മർവക്കടയിൽ നടക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ചരിത്രത്തെ ഓർമ്മിക്കുമ്പോ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ ഓർമ്മിക്കുമ്പോ, ഹാജറ ബീവിയുടെ ചരിത്രത്തെ ഓർമ്മിക്കുമ്പോ അവിടെ വെച്ച് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കുന്ന സംഘടനകളില്ലേ, അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ നിർദ്ദേശിക്കുന്ന കക്ഷികളില്ലേ, മിനായിൽ വെച്ച് അവരോട് സങ്കടം പറയാൻ പറയുന്ന കക്ഷികളില്ലേ? ഇസ്ലാമാണോ? ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ ഇസ്ലാം. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണയില്ലാത്ത നിലക്ക് എന്താണ് ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, പവിത്രമായ ദിവസങ്ങളിലൂടെയല്ലേ ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എത്രമാത്രം പ്രത്യേകമായ ദിവസമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മുഫസ്സിരീങ്ങൾ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതായി ഹദീസ് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാമല്ലോ. അപ്പൊ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ആ ദിവസത്തെ പറ്റി, ആ ദിവസത്തിലൂടെയല്ലേ നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? മാമിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബ ഇലല്ലാഹ്. അല്ലാഹുവിങ്കലേക്ക് ഏറെ ഇത്ര പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട ഒരു ദിവസങ്ങൾ, അമലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇത്രയും പുണ്യമായ ഏറ്റവും ഖൈറായ ദിവസങ്ങൾ ഈ ദിവസങ്ങളെപ്പോലെ വേറെ ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ അത്രമാത്രം പരിശുദ്ധമായ ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതേ അവസരത്തിൽ മോക്ഷം നൽകാൻ വേണ്ടി ഇതാ ഞങ്ങളുടെ നഗരിയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയും മദീനയും കഴിഞ്ഞാൽ ലോകത്ത് മുസ്ലിമീങ്ങളേറെ തടിച്ചുകൂടുന്ന ഞങ്ങളുടെ സ്വലാത്ത് നഗരിയിലേക്ക് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങൾ പിരിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമികമായ ലക്ഷ്യങ്ങളെ അമുക്കിക്കളയുന്ന പല ആളുകളുമില്ലേ? അവരുടേതായ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ കലണ്ടർ നിങ്ങൾ പരിശോധിച്ചോ? ആ സ്ഥാപനത്തിന്റെ കലണ്ടറിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം. എന്താ കാണുന്നത്?
ഇസ്ലാമിലുള്ളതാണോ? എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കളും ചിന്തിച്ചോളൂ. ഇസ്ലാമിൽ ഒരു ദുശ്ശഗുണം എന്ന് പറയുന്ന സമ്പ്രദായമില്ല കേട്ടോ. ഇസ്ലാമിൽ രാഹുകാലമില്ല, അതേപോലെ തന്നെ കേതുവില്ല, അതേപോലെ തന്നെ ദുഷിച്ച മുഹൂർത്തങ്ങളില്ല, ദുഷിച്ച സന്ദർഭങ്ങളില്ല. അങ്ങനെ ഒരു ദുശ്ശഗുണത്തിന്റെ ഏർപ്പാട് ഇസ്ലാമിലില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു, അവനാണ് കാലത്തെ സൃഷ്ടിച്ചത്, ദിവസത്തെയും സമയത്തെയും ഒക്കെ സൃഷ്ടിച്ചത് അവനാണ്. അതുകൊണ്ടൊരു ദിവസത്തെ മോശപ്പെടുത്തുന്നത്, ഒരു സമയത്തെ ക്കുന്നത്, പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചീത്ത പറയുന്നത്, അത് അല്ലാഹുവിനെ ചീത്ത പറയലാണ്. ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് കേട്ടോ, നിങ്ങൾ കാലത്തെ പഴിക്കരുത് കേട്ടോ, നിങ്ങൾ സമയത്തെ ചീത്ത പറയരുത് കേട്ടോ, കാരണം ഞാനാണത് സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ മോക്ഷത്തിന്റെ മൊത്തക്കുത്തക വിതരണം ചെയ്യുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവിലിതാ സർവ്വജനങ്ങൾക്കും ഇതാ മോക്ഷം നൽകാൻ ഈ പാടത്തേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൂവിക്കൊണ്ട ആളുകളെ, ഇസ്ലാമികമായ യഥാർത്ഥമായ തത്വത്തിൽ നിന്ന് അകറ്റുന്ന ആളുകൾ, അവർ ഇറക്കിയിട്ടുള്ള കലണ്ടറിൽ നിങ്ങൾ കണ്ടോ, ഒരു കൊല്ലത്തിലെ ഏറ്റവും വലിയ ദുശ്ശഗുണ ദിവസം ഏതാണെന്നാ എഴുതി വെച്ചത്? പല ദിവസങ്ങളിലും നഹ്സുണ്ടത്രേ, പല ദിവസങ്ങളും മോശമാണത്രേ. ഇസ്ലാമിൽ ചൊവ്വാദോഷമില്ല, ഇസ്ലാമിൽ ഒടുക്കത്തെ ബുധൻ മോശമല്ല, ഇസ്ലാമിൽ ഒരു ദിവസവും മോശമല്ല കേട്ടോ. അതേ അവസരത്തിൽ ഇവരുടെ കലണ്ടർ അവകാശപ്പെടുന്നു പല ദിവസങ്ങളും ഒരു മാസത്തിൽ മോശമാണ്. ആ മോശപ്പെട്ട ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുശ്ശഗുണത്തിന്റെ ദിവസം, ഏറ്റവും വലിയ നഹസിന്റെ ദിവസം അത് ദുൽഹജ്ജ് 10 ആണ് കേട്ടോ. ദുൽഹജ്ജ് 10 ഏറ്റവും വലിയ ശകുനത്തിന്റെ ദിവസമാണ്, ഏറ്റവും വലിയ നഹസിന്റെ ദിവസമാണെന്ന് അടിച്ചു വിട്ടത് ഇസ്ലാമാണോ, അതോ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഹരം പകരാണോ? ഇസ്ലാമിൽ ഒരു ദിവസത്തെയും പഴിക്കലില്ല. ദിവസങ്ങൾക്ക് നഹസ് നിശ്ചയിക്കുന്ന സമ്പ്രദായം, ഒരു ദിവസത്തെ ശകുനമായി തള്ളിക്കളയുന്ന സമ്പ്രദായം ലൈസ മിൻ ഹദിയിൽ മുസ്ലിമീൻ അൽ മുതവക്കിലീന അലാ ബാരിഇഹിം വ ഖാലിഖിഹിം. സർവശക്തനായ അല്ലാഹുവിന്റെ ആ യഥാർത്ഥമായ വിശ്വാസത്തിൽ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ, അവനെല്ലാം ബരമേൽപ്പിക്കുന്ന മുസ്ലിമീങ്ങളുടെ സമ്പ്രദായത്തിൽപ്പെട്ടതല്ല കേട്ടോ. ബൽ മിൻ ഹദിയിൽ യഹൂദി, അത് ജൂതന്റെ സമ്പ്രദായമാണ്, അത് ഇസ്ലാമികമല്ല എന്ന് കൃത്യമായി പണ്ഡിതന്മാര് പലരും രേഖപ്പെടുത്തിയിട്ടില്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഇതാണോ ഇസ്ലാം? ഇത് വായിക്കുന്നൊരു മുസ്ലിം എന്ത് വിചാരിക്കും? മുസ്ലിമീങ്ങൾക്കിടയിലും ചൊവ്വാദോഷമുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിലും ചില ദിവസം മോശമാണ്. ഈ നിലക്കുള്ള ചിന്തകൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അതേപോലെ തന്നെ എല്ലാ 13 മോശമാണെന്ന് എഴുതി വിട്ടിട്ടില്ലേ പല പ്രസിദ്ധീകരണങ്ങളിലും? എല്ലാ മാസത്തിലെയും 13 മോശമാണ് പോലും. 13നോടൊരു പേടി മുസ്ലിമീങ്ങൾക്കുമുണ്ട് എന്നല്ലേ പറയുന്നത്? ഇത് വലിയൊരു ചർച്ചയായില്ലേ നമ്മുടെ മീഡിയകളിൽ? സുപ്രീം കോടതിയിലെ ജഡ്ജി തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജിമാരെ വിമർശിച്ചുകൊണ്ടല്ലേ? നിങ്ങൾ പത്രങ്ങളിൽ മുഴുവൻ അത് കണ്ടതല്ലേ? മീഡിയകളിലൂടെ നിങ്ങളത് അറിഞ്ഞതല്ലേ? ഈ 13നോടുള്ള പേടി ഹോസ്പിറ്റലുകളിൽ പോയി നോക്കിയാൽ പല ഹോസ്പിറ്റലുകളിലും 13 നമ്പർ വാർഡില്ല. 12 കഴിഞ്ഞാൽ പിന്നെ 12A ആണ്, പിന്നെ 14ആണ്. കാരണം എന്താണ്? 13 നമ്പർ വാർഡിൽ പ്രവേശിക്കപ്പെട്ട രോഗി മയ്യത്തായിക്കൊണ്ടല്ലാതെ പുറത്ത് വരില്ല എന്നാണ് വിശ്വസിക്കുന്നത്. 13 നമ്പർ കാറ് വാങ്ങാൻ കേരളത്തിലെ നിയമസഭയിലെ മന്ത്രിമാർക്ക് പോലും പേടിയാണെന്ന് ഈ ഉള്ളവനല്ലല്ലോ പറഞ്ഞത്, ഇവിടെ മീഡിയകളല്ലേ പുറത്തുവിട്ടത്. 13 നമ്പർ കാർ എടുക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എന്നാൽ ഇതിൽ ഇസ്ലാമുണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ ചില ചിന്താഗതികളുണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തുക്കളെ, ആരും തെറ്റിദ്ധരിക്കരുത്. 13 എന്ന നമ്പറിനോട് ഭീതിയില്ല, 13 എന്ന ദിവസത്തെ ഭീതിയില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള യഥാർത്ഥമായ വിശ്വാസത്തെ തെറ്റിച്ചു കളയുന്ന നിലക്ക്, യഥാർത്ഥമായ ഏകദൈവ ആരാധനയിൽ നിന്ന്, അവനിലെല്ലാം ബലമേൽപ്പിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് മറ്റൊരു റൂട്ടിലേക്ക് ആളുകൾ പിഴച്ചു പോകുമ്പോ അവരെ അതിൽ നിന്ന് സ്നേഹബുദ്ധ്യ കൈപിടിച്ചുകൊണ്ട് പോകുന്ന റൂട്ട് ശരിയല്ല സഹോദര, ഈ റൂട്ടിലേക്കാണ് പോകേണ്ടത്, ഇതാണ് മോക്ഷത്തിന്റെ മാർഗം, ഇതാണ് യഥാർത്ഥത്തിലുള്ള മോചനത്തിന്റെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ ഈ ദിവസങ്ങളോളം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് കൃത്യമായി അറിയാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. മറിച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ
പലരും കേട്ടുകൊണ്ടിരിക്കുകയാണെന്ത്? മുസ്ലിമീങ്ങൾക്കുമുണ്ട് ആ രൂപത്തിലുള്ള വിളക്ക് കൊളുത്തലുകൾ, മുസ്ലിമീങ്ങൾക്കുമുണ്ട് ആ നിലക്കുള്ള പ്രത്യേകമായ ചടങ്ങുകൾ. കാരണം മുസ്ലിമീങ്ങൾ പലപ്പോഴും കാണുന്നത് ദർഗകളാണ്, മഖാമുകളാണ്, ജാറങ്ങളാണ്, അവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, അവരാണ് അഭയം എന്ന് പറയലാണ്. ഷെയ്ഖ് ജീലാനിയോട് പറയുന്നത് അവർ തന്നെ എഴുതി വിട്ടതല്ലേ, യാ സാഹിബൽ ബഗ്ദാദി കുൻ ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദൽ ഖാദിരി ലിശദായിദി ദുനിയാ വയൗമിൻ ആഖിരി വദഖീറതൻ ലി ഖൈറ ദുഖിരി ദാഖിരി കഹ്ഫൽ ലഹീഫി യമാന ഖൽബിൻ ഹാദിരി مأوى الضعيف ضمان قصد النادر غوث الذي في البحر كان كغائر يا سيد السادات عبد القادر. ഇതിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുഹീദ്ദീൻ ശൈഖാനി എല്ലാവർക്കും ശരണം നൽകുന്നത്, എല്ലാവർക്കും അഭയം നൽകുന്നത് എന്നിങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈരടികളാണിത്. അങ്ങനെ ഈ ലോകത്തിന്റെ നിയന്ത്രണം ഒരു ഗൗസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കുത്തുബുണ്ട്, അയാളാണ് പ്രധാനമന്ത്രി. അയാളുടെ കീഴിൽ 7ഓളം മറ്റു മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ കീഴിൽ 40ഓളം വേറെ മന്ത്രിമാരുണ്ട്. ആ 40 ആളുകൾക്ക് സഹായികളായിക്കൊണ്ട് 300ഓളം വേറെ ഔലിയാക്കന്മാരുണ്ട്. അങ്ങനെ 400-ലേറെ വരുന്ന ഒരു ഔലിയാ സഭയാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് മഴ തരുന്നത്, നമുക്ക് വേണ്ട സംരക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മനുഷ്യരുടെ മനസ്സിനെ തിരിച്ചുവിട്ടുകൊണ്ട് റിജാലുൽ ഗൈബ്, നമുക്ക് കാണാൻ കഴിയാത്ത ചില അദൃശ്യ പുരുഷന്മാരാണ് ഈ പ്രപഞ്ചം മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആ അദൃശ്യ പുരുഷന്മാരെ വിളിച്ചുകൊണ്ടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത് എന്നൊക്കെ എഴുതി വിടുമ്പോ, പറയുമ്പോ, പ്രസംഗിക്കുമ്പോ ഇത് കേൾക്കുന്ന ഇസ്ലാമിന്റെ പുറത്തുള്ള കക്ഷികളും വിചാരിക്കുന്നു, എന്തേ പിന്നെ ഞങ്ങളുടെ മതവും ഇവരും തമ്മിൽ വ്യത്യാസം, അതുകൊണ്ടൊന്ന് സമന്വയമായി കൂടെ, നമുക്ക് അങ്ങുമിങ്ങുമൊക്കെ വന്ന് കൊണ്ടും കൊടുത്തും ജീവിച്ചുകൂടെ, ഒന്ന് അങ്ങുമിങ്ങുമൊക്കെ വന്ന് സഹകരിച്ചു കൊടുത്തുകൂടെ? ഈ ചിന്തയുള്ള ആളുകളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ആദർശപരമായൊരു സമന്വയം ഇസ്ലാമിലില്ല. ആദർശത്തെ അങ്ങോട്ട് കൊണ്ടും കൊടുത്തും അവരുടെ ആചാരങ്ങൾ നമ്മൾ പകർത്തിയും നമ്മുടെ ആചാരങ്ങളെ അവർ പകർത്തിയും ആ നിലക്കുള്ള ഒരു സഹകരണം, കുറച്ചു കാലം അവിടെയും പങ്കെടുക്കുക, കുറച്ചിവിടെയും പങ്കെടുക്കുക, ആ ആഘോഷത്തിലും പങ്കെടുക്കുക, ഈ ആഘോഷത്തിലും പങ്കെടുക്കുക, അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല കേട്ടോ. ഇസ്ലാമിൽ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. മതങ്ങൾ വ്യത്യസ്തമാണ്, വ്യത്യസ്ത ആശയങ്ങളാണ്. അതിൽ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം അത് വെറുതെ പറയുന്നതല്ല, ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ, ഒരാശയത്തെ ആരെങ്കിലും തേടി നടന്നാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. അവൻ പരലോകത്ത് മോക്ഷം ലഭിക്കപ്പെടാതെ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ആ പരാജയത്തിൽ നിന്ന് മാനവ സമൂഹത്തിന് മോക്ഷം നൽകണം. അതിനാണ് ഈ സാൽവേഷൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് മരിച്ചു പോകണ്ടേ സുഹൃത്തുക്കളെ? മരണാനന്തരം അവിടെയാണ് ശാശ്വതമായ സ്വർഗമുള്ളത്, അവിടെയാണ് സുഖമുള്ളത്, അവിടെയാണ് മുറിഞ്ഞു പോകാത്ത, അണമുറിയാത്ത ആനന്ദവും സന്തോഷവും സുഖങ്ങളുമുള്ളത്. അവിടേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാം പറഞ്ഞത്, يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണേ, അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ദിവസം. ആ ദിവസത്തിലെത്തിയാൽ നിങ്ങളുടെ സകല കർമ്മങ്ങൾക്കും അവിടെ അതാ ഒരു നിലക്കും നിങ്ങളോട് അനീതി കാണിക്കപ്പെടുന്നതല്ല, പരിപൂർണമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ആ മാർഗത്തിലേക്കുള്ള ഒരു ക്ഷണമാണിത്. ഇതുമായി മുഴുവൻ ആളുകളും സഹകരിച്ചു കഴിഞ്ഞു, മുഴുവൻ ആളുകളും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിന്റെ പോരായ്മകളെ പർവ്വതീകരിച്ചുകൊണ്ട്, കാണിച്ചുകൊണ്ട് ഇത് അനിസ്ലാമികമാണെന്ന് പറയുന്ന കക്ഷികളുണ്ട്, ഇത് ഹറാമാണെന്ന് പറയുന്ന കക്ഷികളുണ്ട്, ഈ സംഘടന തന്നെ മോശമാണ് എന്ന് പറയുന്ന കക്ഷികളുണ്ട്, അത് ബിദഅത്താണെന്ന് പറയുന്ന കക്ഷികളുണ്ട്. ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയാണെന്ന് പറയുന്ന ചില ആളുകളും പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എല്ലാവർക്കും
കണ്ണുണ്ടെങ്കിൽ കാണാം, കാതുണ്ടെങ്കിൽ കേൾക്കാം. ഇവിടെ നടക്കുന്നത് എന്താണ്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സർവശക്തനായ ഗഫൂർ റഹീമുമായ തമ്പുരാൻ പൊറുത്തു തരും തീർച്ചയാണ്. അവനോട് പറയുക, ഒന്നും മനഃപൂർവ്വം ഒരു അസൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, മനഃപൂർവ്വം ഒരു അബദ്ധങ്ങളും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അല്ലാഹുവിനോട്? ആ നിലക്ക് പടച്ച തമ്പുരാനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യാറില്ലേ? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഞങ്ങളിൽ വല്ല പിഴവും സംഭവിച്ചു പോയെങ്കിൽ, ഞങ്ങളിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയെങ്കിൽ, ഞങ്ങളിൽ വല്ലതും മറന്നു വെറ്റിപ്പോയെങ്കിൽ നീ ഞങ്ങളെ പിടികൂടരുത് തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങളെ നമ്മൾ. ഇവിടെ കൂടിയ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുഴുവൻ സഹോദരങ്ങളോടും എന്നോടെന്ന പോലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ദുആ നിങ്ങളെപ്പോഴും മനസ്സിലുണ്ടാകണം. സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ് നമ്മൾ കഴിവ് കുറഞ്ഞവരാണ്, അതുപോലെ തന്നെ ആസ്തി കുറഞ്ഞവരാണ്, ആൾബലം കുറഞ്ഞവരാണ്, സമ്പത്ത് കുറഞ്ഞവരാണ്. നമ്മൾ ഈ സംഘടിപ്പിച്ചത് അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടിയാണ്, നിന്റെ ദീനിലേക്കുള്ള യഥാർത്ഥമായ ക്ഷണമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയെങ്കിൽ പൊറുക്കണം തമ്പുരാനേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണേ എന്നൊരു വസിയത്ത് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇതിന്റെ പിന്നിൽ ഈ സ്റ്റാൾ എന്താണെന്ന് കാണാൻ പോലും അവസരം കിട്ടാതെ കിലോമീറ്റർ ചുറ്റളവുകളിൽ നിൽക്കുന്ന നമ്മുടെ വളണ്ടിയർമാരുണ്ട്, പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാരുണ്ട്. അർഹമുറാഹിമീനായ തമ്പുരാന്റെ ദീന് ഞങ്ങൾ കണ്ടില്ലെങ്കിലും അത് കാണട്ടെ, മറ്റുള്ളവരെങ്കിലും കാണട്ടെ. ഞങ്ങൾക്കും അതിന്റെ പ്രതിഫലമുണ്ടല്ലോ, ഞങ്ങളിവിടെ ഈ നിൽക്കുന്നതിനും പ്രതിഫലമുണ്ട്. അങ്ങാടിയിൽ ഇങ്ങോട്ടുള്ള ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സുഹൃത്തുക്കളില്ലേ, ഈ നഗരി പോലും ഒന്ന് കാണാനാവാതെ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ, അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ മോഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഒരു പ്രവർത്തനത്തിന്റെ വിജയത്തിന് വേണ്ടി എന്താണ് തന്നാൽ കഴിയുന്നതെങ്കിൽ അത് മുഴുവൻ ചെയ്യാൻ തയ്യാറെന്ന നിലക്ക് ഇഖ്ലാസുള്ള പ്രവർത്തകന്മാരാണ് മുഴുവനും. അർഹമുറാഹിമീനായ തമ്പുരാനോട് അർഹമായ പ്രതിഫലം നൽകി ആദരിക്കാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി എന്നോടൊന്ന പോലെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ രോഗികളായ ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇത് കാണാൻ കൊതിക്കുകയും ഈ വേദിയിൽ പങ്കെടുക്കാൻ അതേപോലെ തന്നെയുള്ള ആഗ്രഹങ്ങൾ വെക്കുകയും നിറകണ്ണുകളോടെ അതിനെ ദർശിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ബഹുമാന്യനായ നമ്മുടെ പണ്ഡിതൻ, നമ്മുടെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഈ മഹനീയമായ മജ്ലിസിൽ ഉണ്ടാകേണ്ടതായിരുന്നു. ദേഹത്തിന് സുഖമില്ല, ദേഹം ആസ്പത്രിയിലാണുള്ളത്. ദുആ ചെയ്യണം സുഹൃത്തുക്കളെ, പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദിന്റെ നാവാണത്. ഈ ലോകത്തെ, ഈ രാജ്യത്തെ മലയാളക്കരയിൽ തൗഹീദിനെ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ദേഹമാണ്. അർഹമുറാഹിമീനായ തമ്പുരാനോട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വേളകളിലും നിങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണം. ആ നിലയ്ക്ക് രോഗികളായി കഴിയുന്ന പല ആളുകളുമുണ്ട്, അസുഖമായി ആസ്പത്രികളിൽ കഴിയുന്ന നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ രൂപത്തിലുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ പി.വി. ഹസൻ സാഹിബിന് സുഖമില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള കുറേ സഹോദരന്മാരുണ്ട്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലേ നമുക്ക് പറയാനുള്ളത്? റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഇദാ മരിളുതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എനിക്ക് ശിഫ നൽകുന്നത് എൻ്റെ റബ്ബായ അല്ലാഹു തന്നെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളോടും ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരുടെ ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭീഷണികൾ ഏറെയാണ്. അവരെ ഈ രംഗത്ത് നിന്ന് പിന്തുടർത്ത് മാറ്റി നിർത്തുവാൻ, അവരെ ഈ രംഗത്ത് നിന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് ഒളിപ്പിച്ചു നിർത്തുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികൾ എന്ന് പറയുന്നവര്, ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നവരാണെന്ന് പറയുന്ന കക്ഷികൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിന്റെ സന്ദേശം ഈ രാജ്യത്ത് മുഴക്കാൻ വേണ്ടി തീവ്രവാദ പ്രസ്ഥാനങ്ങളോട്, ഖബറാരാധക പ്രസ്ഥാനങ്ങളോട് രാജിവെച്ച് പുറത്തേക്ക് വന്ന് ജനങ്ങളുടെ മുമ്പാകെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചയിസ്തരം പറയുമ്പോ തങ്ങളുടെ കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്ന് ഭയപ്പെട്ടപ്പോ ഓട്ടോറിക്ഷയിൽ ഇട്ടുകൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച നാടല്ലേ ഈ കേരളം? എന്ത് തെറ്റ് ചെയ്തു ഈ പണ്ഡിതന്മാർ?
ഈ ജനങ്ങളെ മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കലാണോ തെറ്റ്? ശിർക്കിലേക്ക് ആയത്തോതിക്കൊണ്ട് ജനങ്ങളെ കൊണ്ടുപോകുമ്പോ അരുത് ജനങ്ങളെ. ഈ ഖുർആൻ ശിർക്കിന് തെളിവോതാനുള്ള ആയത്തല്ല. ഈ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായ റൂട്ടിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് കേട്ടോ. ദുർവ്യാഖ്യാനിക്കല്ലേ, നിങ്ങളതിനെ വളച്ചൊടിക്കല്ലേ, നിങ്ങളതിൽ അക്ഷരഭേദം വരുത്തല്ലേ, നിങ്ങളതിൽ കടത്തിക്കൂട്ടല്ലേ എന്ന് സ്നേഹത്തോടുകൂടി പറയുമ്പോ അവരെ കശാപ്പ് ചെയ്യാൻ, അവരെ കൊലക്കത്തിക്കിരയാക്കാൻ, അവരെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏത് ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് ഈ തീവ്രവാദ പ്രസ്ഥാനത്തോട് ആ മാനസികമായ ആഭിമുഖ്യമുള്ള സഹോദരന്മാർ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെറ്റിദ്ധാരണകളാണ് എമ്പാടും. ഇസ്ലാമിലെ ജിഹാദ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, ഖിതാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഈ തെറ്റിദ്ധാരണകൾ ഒരു ദിവസം കൊണ്ട് തീർക്കാനാകുമോ? ഇല്ല. അതുകൊണ്ടുള്ള ഒരു സംഘടിതമായ ശ്രമമാണിത്. ആ ശ്രമത്തിന് വതആവനൂ, നിങ്ങൾ പരസ്പരം സഹകരിക്കണേ, അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തിന്റെയും ഭക്തിയുടെയും കാര്യങ്ങളിൽ നിങ്ങൾ തോളോട് തോളുരുമ്മി സഹകരിക്കണേ. വലാ തആവനൂ, നിങ്ങൾ ഒരിക്കലും സഹകരിച്ചു പോകരുത്, സഹായികളായി തീരരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയോ ശത്രുതയുടെയോ വളർത്തുന്ന കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകരുത്. ഇത് തഖ്വയുടെ മാർഗമാണ്. ഇത് ഏറ്റവും വലിയ ബിറിന്റെ സങ്കേതമാണ്. അതിനോട് നിങ്ങൾ സഹകരിക്കുക. ഈ സംഘടിത സ്വഭാവത്തെ തെറി പറയുന്ന അല്ലെങ്കിൽ ഇതിനെ മോശപ്പെടുത്തുന്ന ആളുകളുടെ മനസ്സിൽ നല്ല ഒരു ചിന്തയുണ്ടാക്കിക്കൊണ്ട് നേരിന്റെ മാർഗത്തിലേക്ക് അടുക്കാൻ ദുആ ചെയ്യുക. അങ്ങനെ ഈ സത്യത്തിന്റെ സന്ദേശം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തട്ടെ. ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ മേന്മയും അതിന്റെ വ്യതിരിക്തതയും കൃത്യമായി തന്നെ നമുക്ക് വിശദീകരിച്ച് തരാൻ നമ്മുടെ ബഹുമാന്യനായ സ്നേഹിതൻ CP സലീമിനെയും സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ അക്ബർ സാഹിബും സംസാരിക്കാനുണ്ട്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. അർഹമുർ റഹീമീനായ തമ്പുരാൻ ഈ ശ്രമത്തെ ഏറ്റവും വലിയ ഒരു അമലായി കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ പുറത്തു തരുമാറാകട്ടെ. തെറ്റിദ്ധാരണകൾ പരത്തി പരിഹാസങ്ങൾ ചൊരിഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് അവരുടെ കണ്ണും കാതും തുറന്നൊന്ന് നേരിന്റെ മാർഗത്തെ കാണാനും അറിയാനും മനസ്സിലാക്കാനും അതിനോട് സഹകരിക്കാനുമുള്ള തൗഫീഖ് അർഹമുർ റഹീമീനായ തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പൂർണ്ണാരോഗ്യം നൽകിക്കൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ, നമുക്ക് വഴികാട്ടികളാവാൻ, നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ അർഹമുർ റഹീമീനായ തമ്പുരാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമുർ റഹീമീനായ തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد. والسلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സാൽവേഷൻ ഒന്നാം ഘട്ടം ഇന്നിവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീനിൻ്റെ പ്രവർത്തകർ ആലോചിച്ചും പ്പെടുത്തിയും പണിയെടുത്തും പുനഃപരിശോധന നടത്തിയുമെല്ലാം തയ്യാർ ചെയ്ത ഇസ്ലാമിനെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഈ ദൃശ്യ സംരംഭത്തിൻ്റെ അവസാനത്തിൽ
എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദൃശ്യ സംരംഭം അതിൻ്റെ പൂർണ്ണമായ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് ഒരു മഹാവിപ്ലവത്തിന് ഇത് തുടക്കമാകണം എന്ന് മാത്രമാണ്. സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് കേവലം 11 ദിവസം നീണ്ടുനിന്ന ഒരു എക്സിബിഷൻ മാത്രമായിരുന്നില്ല. ഈ എക്സിബിഷനോടനുബന്ധിച്ച ഏതാനും ചില പൊതുപരിപാടികളും മാത്രമായിരുന്നില്ല. മറിച്ച് കഴിഞ്ഞ കുറേ മാസക്കാലമായി ISMന്റെ പ്രവർത്തകർ കേരളത്തിലെ 2 കോടിയോളം വരുന്ന ആളുകൾക്ക് 2 കോടി ആളുകൾക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുമെന്നുള്ള പ്രതിജ്ഞയുടെ നിർവഹണത്തിനു വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു. ലഘുലേഖകളും സ്കോഡ് വർക്കും പൊതുപ്രഭാഷണങ്ങളും CD-കളും പൊതുവായ CD പ്രദർശനവും സംവാദങ്ങളും അങ്ങനെ വ്യത്യസ്ത പരിപാടികൾ വഴി വ്യത്യസ്ത സംരംഭങ്ങൾ വഴി കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലേർപ്പെട്ട പരിസമാപ്തി എന്ന നിലക്ക് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിലേക്ക് എൻ്റെ മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ കൂട്ടം കൂട്ടമായി വന്നണിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ പ്രവർത്തനങ്ങളുടെ ISMന്റെ പ്രവർത്തകന്മാരുടെ കഴിഞ്ഞ മാസങ്ങളായുള്ള ശക്തമായ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെ ഒരു സാഫല്യമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ സന്ദേശം എത്തിക്കുക എന്ന ബാധ്യതയുടെ നിർവഹണത്തിന് വേണ്ടി നാം സംഘടിപ്പിച്ച ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറിച്ച് ദഅവാരംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീനിന്റെ പ്രവർത്തകർ. കേരളത്തിൽ ഒരു സഹോദരൻ പോലും ഒരു സഹോദരി പോലും ഈ സത്യസന്ദേശമെത്താതെ, ഈ തൗഹീദിന്റെ സന്ദേശമെത്താതെ, ഈ മോക്ഷത്തിന്റെ സാൽവേഷന്റെ സന്ദേശമെത്താതെ, നിത്യനരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ഈ സന്ദേശമെത്താതെ, നിത്യസ്വർഗത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്ന ഈ സന്ദേശമെത്താതെ മരണപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിൽ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീനിന്റെ പ്രവർത്തകർ തൗഹീദിന്റെയും ആഖിറത്തിന്റെയും റിസാലത്തിന്റെയും പച്ചയായ ഏടുകളുമായി ഒരിക്കലും മയപ്പെടുത്തലുകളില്ലാത്ത, ഒരു രൂപത്തിലും ആരുടെ മുന്നിലെങ്കിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ളൊരു സംസാരമില്ലാതെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രീതിയിൽ, തിരുസുന്നത്ത് വരച്ചു കാണിച്ച രീതിയിൽ പടച്ച തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള സന്ദേശത്തെയും, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് മനുഷ്യരെ നന്മയിലൂടെ നയിക്കുകയും ആത്യന്തികമായ മോക്ഷത്തിനാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതുമായ സന്ദേശത്തിലേക്ക്, മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശത്തിന് അർഹമാകുന്ന അടിസ്ഥാനപരമായ ആശയം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, മനുഷ്യരെ ക്ഷണിക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങളുമായി ഇനിയും ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീന്റെ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാസമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ സമയമായി കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഈ സമ്മേളന പ്രവർത്തനങ്ങളിൽ മുഴുവനും ഇസ്ലാഹി പ്രസ്ഥാനം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ തൗഹീദിന്റെ സന്ദേശം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ, ഈ സന്ദേശത്തിലേക്ക് പൊതുസമൂഹത്തെ ക്ഷണിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തന നൈരന്തര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ഇന്റർനാഷണൽ എക്സിബിഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലം ഒരു വർത്തമാനമല്ല. ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇതേ രൂപത്തിലുള്ള നമ്മിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മളിൽ നിന്ന് ആരംഭം കുറിച്ചുകൊണ്ട്, നമ്മിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ, പ്രദേശങ്ങളിൽ ഈ ഇതേ രൂപത്തിലുള്ള ദൃശ്യ സന്ദേശ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുവാൻ പോവുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ഉത്തരം പടച്ച തമ്പുരാൻ ഉത്തരം നൽകുമെങ്കിൽ, അല്ലെങ്കിൽ
നമ്മളെല്ലാം ഒരേപോലെ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി പരിശ്രമിക്കുവാൻ നാം സന്നദ്ധമാകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് ഇന്റർനാഷണൽ എക്സിബിഷൻ ഒരു തുടക്കം മാത്രമാണ്. കേരള സംസ്ഥാനത്തിന്, കേരള സലഫികൾക്ക്, കേരളത്തിലെ മുജാഹിദ് യുവജനങ്ങൾക്ക്, ലോക ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന ചെയ്യുവാനുള്ള ഒരു തുടക്കമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള പരിപാടികൾ ലോകവ്യാപകമായി നടക്കുവാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പടച്ചതമ്പുരാൻ നമുക്കതിന് അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ കൂടിയിരുന്നു കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എക്സിബിഷന്റെ ഗുണഗണങ്ങളല്ല നമുക്ക് പരസ്പരം പങ്കുവെക്കുവാനുള്ളത്. മറിച്ച് ഇവിടെ കയറി വന്ന ഓരോ സഹോദരന്മാർ, ഈ തൗഹീദിനെ കുറിച്ചറിയാത്ത സഹോദരന്മാർ, സുന്നത്തിനെ കുറിച്ചറിയാത്ത സഹോദരന്മാർ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ചറിയാത്ത സഹോദരന്മാർ, അതേപോലെ തന്നെ ഖുർആന്റെയും സുന്നത്തിന്റെയും വെള്ളി വെളിച്ചത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയി ഭീകരവാദത്തിന്റെ പാത സ്വീകരിച്ച് ആത്മഹത്യയുടെ ഭീകരമായ ആപാദനത്തിലേക്ക്, അഗാധമായ ഗർത്തത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, അവരെല്ലാവരും കടന്നു വന്ന് ഇസ്ലാമിയുടെ സംശയങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു കൊടുത്ത മാർഗത്തെക്കുറിച്ച് സംവേദനം ചെയ്തപ്പോൾ അവരിൽ പലരുടെയും മനസ്സിനകത്തെ കട്ടപിരടിച്ച ഇരുട്ട് നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുകയായിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ചറിയാത്ത, ഇസ്ലാമിനെ കുറിച്ച് ധാരണ പിശകുകൾ മാത്രം കൈവശം വെച്ചിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് സുഹൃത്തുക്കൾ, മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾ, ഇസ്ലാമിനെ കുറിച്ച് അബദ്ധധാരണകളുമായി കടന്നു വന്നവർ, ഇത് കഴിഞ്ഞപ്പോ ഇതിനകത്തുള്ള ഇസ്ലാമാണ്, വേദഗ്രന്ഥത്തിലുള്ള ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിമർശനവും പറയാനില്ല എന്ന് പറഞ്ഞവർ പലപ്പോഴും ഇവിടെയുള്ള നമ്മളെല്ലാം തീവ്രവാദികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകളായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അവരുമായി സമരത്തിൽ ഏർപ്പെടേണ്ടവരല്ല, സമരത്തിൽ കേവലമായ സായുധ സമരത്തിൽ ഏർപ്പെടേണ്ടവരല്ല. മുസ്ലിം ഈ സന്ദേശം, ഈ സത്യത്തിന്റെ സന്ദേശം, ഈ രക്ഷയുടെ സന്ദേശം, ഈ വിമോചനത്തിന്റെ സന്ദേശം, ഈ സാൽവേഷന്റെ സന്ദേശം, ഈ മോക്ഷത്തിന്റെ സന്ദേശം നമ്മുടെ സുഹൃത്തുക്കൾക്ക്, സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യത്തിന്റെ നിർവഹണമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മൾ നടത്തേണ്ടത്. ആ ദൗത്യ നിർവഹണത്തിന്റെ രംഗത്ത് ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ ലോക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയാണ് നമ്മുടെ സാൽവേഷൻ എക്സിബിഷൻ. അതായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ യുവാക്കളുടെ കൈകൾക്ക്, തലച്ചോറുകൾക്ക്, കരങ്ങൾക്ക്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശക്തി നൽകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് ലോക ചരിത്രത്തിൽ തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുവാൻ പോവുകയാണ് ഈ സാൽവേഷൻ എക്സിബിഷൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർവശക്തനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.